അപ്പോൾ ഇന്ന് ട്രെയിനിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ബജിയാണ് കേട്ടോ. വേറെ ഉണ്ടായിരുന്നു ബ്രെഡ് ഓംലെറ്റ്, വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ബ്രെഡ് കട്ട്ലറ്റ് വാങ്ങിയതിൻ്റെ അവസ്ഥ എനിക്ക് അറിയണതിനെ കൊണ്ട് പൂരിയിലേക്ക് സ്കിപ്പ് ചെയ്ത ഓംലെറ്റ്, ബ്രെഡ് ഓംലെറ്റ് ഉണ്ടായിരുന്നു. അപ്പം പൂരി ബജി കാണിച്ചു തരാം. ഇതാട്ടോ, ബജി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. കുട്ടി 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 പൂരി കേട്ടോ, അങ്ങനത്തെ രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ട്രെയിനിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. ഹായ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. രത്നഗിരി എത്തി. അപ്പോൾ ട്രെയിനിലെ ഫുഡ് തന്നെയാണ്. പിന്നെ എഗ്ഗ് ആണ് കേട്ടോ, എഗ്ഗ് മീലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടയാളം കാണിച്ചിരുന്നു, അതാണ് ഏറ്റവും കോമഡി. ഇത് കണ്ടാ ഈ വട്ടം, ഇത് കണ്ടപ്പോൾ എന്ത് മനസ്സിലാക്കണം, മുട്ടയാണെന്ന്. ചിക്കൻ്റെ ആകുമ്പോൾ അങ്ങനെ ഒരു വരയാ ഇത് എഗ്ഗിന് ഈ പൂജ എങ്ങനെയാണ് വന്നതെന്ന് ഐ മീൻ ഓ വെച്ചിട്ടല്ലല്ലോ ഉള്ളത്. അപ്പോൾ അത് വട്ടത്തിലുള്ള മുട്ട എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പം ഇത്ര ഇനിയിപ്പോൾ തുറന്ന് കാണിച്ചു തരണോ? ഞാൻ വേണമെങ്കിൽ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ്, രസമൊക്കെ ഉണ്ട്, വലിയ മോശമൊന്നുമില്ല, കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഒരു ദാല്, 2 മുട്ട, അച്ചാറ് ഇതിൻ്റെ നല്ല ടോപ്സിൻ്റെ എന്ത് ഞാൻ തിന്നോക്കില്ല, സ്പൂണും പ്ലെയിൻ റൈസ്. ഇതാണ് കേട്ടോ ട്രെയിനിലെ ഫുഡ്. കുഴപ്പമൊന്നുമില്ല.